അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ പുലർച്ചെ 2 മണിയാകുമ്പോഴേക്കും നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തു. മുംബൈയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബാഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കൺവെയറിൽ വരും. അപ്പോൾ അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും ലാൻഡ് ചെയ്ത് ഏതൊക്കെയാണ് കൺവെയറിൽ വരുന്നത്. ഒരു കൺവെയറിൽ തന്നെ 2-3 ഫ്ലൈറ്റിൻ്റെ എല്ലാം ലഗേജ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ് കൺവെയർ നോക്കിയിട്ട് അവിടെ പോയി നിൽക്കുക. അങ്ങനെ പറഞ്ഞ കൺവെയറിൽ നമ്മൾ പോയിട്ട് നോക്കിയപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കൺവെയറിൻ്റെ മുകളിലുള്ള ഏരിയയിൽ ശരിക്കും ഒരു പഴയ രീതിയിലുള്ള ബോക്സിൽ കൂടെ പഴയ മുണ്ടും പെട്ടി എന്നൊക്കെ പറയും നമ്മുടെ അവിടെ മരത്തിൻ്റെ ബോക്സ് അതൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. അതുപോലെ ഭയങ്കര ഒരു ചൈനീസ് പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊരു ഫൗണ്ടൈൻ വാട്ടർ ഫൗണ്ടൈൻ പോലത്തെ ചെറിയ ലൈവ് വാട്ടർ അത് എപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ കാണാൻ രസമാണ്. അത് മുംബൈ എയർപോർട്ട് എപ്പോഴും ഒരു വൈബാണ്. ഫുള്ള് എനിക്കൊന്ന് പണ്ടത്തെ ആൾക്കാർ തന്നെ ഒറിജിനൽ പണ്ടത്തെ സാധനം തന്നെ ഒരു വാങ്ങി ആൻറ്റിക് സാധനങ്ങൾ വാങ്ങി കളക്ട് ചെയ്ത് വെച്ചതാണ്. മുംബൈ എയർപോർട്ടിൽ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പാണ്. നമ്മൾ വാഷ്റൂമെല്ലാം അടിപൊളിയാണ്. നേരെ കോറിഡോർ പോലെ വന്ന് ഇവിടുത്തെ സ്പ്ലിറ്റായിട്ട് ജെൻസ് ഫീമെയിൽസ് ഇങ്ങനെ പോയി നല്ല രസമാണ് ഉള്ളതെല്ലാം കാണാൻ. എപ്പോഴും ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. മുംബൈ എയർപോർട്ട് ടോപ്പാണ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം. അപ്പോൾ നമ്മളിന്ന് എന്താ കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ആണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പുലർച്ചെ ആണ് ഇപ്പോൾ എത്തിയത്. 2 മണിക്കാണ് എത്തിയത്. അപ്പോൾ 10 മണിക്കാണ് ഇനി എത്യോപ്യയ്ക്കുള്ള ഫ്ലൈറ്റ്. എത്യോപ്യ വഴിയാണ് നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിരൻഡ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അടുത്ത 1-2 മണിക്കൂറിന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ അടിക്കുന്നത്, നിരന്ത എന്ന് പറഞ്ഞ ഹോട്ടലിൽ. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൻ്റെ വിശേഷവും ബാക്കി കാര്യങ്ങളും കാണാം. അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു. മെയിൻലി ഞാൻ ഈ അക്കോമഡേഷൻ അല്ലെങ്കിൽ ഈ ഹോട്ടൽ സ്റ്റേ അറിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത് പറ്റമരെ ടെക് ട്രാവലില്ലേ, അവർ ഓൾറെഡി ഈ ഹോട്ടലിനെ പറ്റി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരും ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഹോട്ടൽ. അപ്പോൾ അന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു അവസരം കിട്ടിയെങ്കിൽ പോകാമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയതും പോകാൻ വേണ്ടിയിട്ടായിട്ടുള്ളതും. അപ്പോൾ ഞാൻ ഇത് തന്നെ ബുക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതാണോ ഇനി ഇതിനൊക്കെ ഇനി വലിയ സ്പേസുള്ള വേറെ റൂമാണ് എടുത്തതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഹോട്ടൽ ഇത് തന്നെയാണ്. ഹോട്ടലിൻ്റെ പേര് വരുന്നത് ഇതാ നിരൻഡ എന്നുള്ള പേര് തന്നെ വരുന്നത്. എല്ലാം പറഞ്ഞ പോലെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. പിന്നെ മെയിൻലി പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ ഇപ്പോൾ ഇത് ഇൻ്റർനാഷണൽ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ട്രാവൽ ചെയ്ത് വേറെ ഹോട്ടലിൽ എത്തിപ്പെട്ട് പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്രാഫിക്ക് പെട്ടു. അപ്പോൾ അങ്ങനത്തെ റിസ്ക്കുകളൊക്കെ ഒഴിവാക്കാൻ എന്തുകൊണ്ടും നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലുകൾ എടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ ചോയ്സ്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു. എനിക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് എത്തിയത്. ഇവിടെ എയർ ഇന്ത്യയിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി 10 മണിൻ്റെ വണ്ടി ക്യാച്ച് ചെയ്യണം, എന്നിട്ട് നമുക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ റൂം നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്ത് തരാം. ഭയങ്കര വൃത്തിയിലാണ്, എല്ലാം നീറ്റ് ആൻഡ് റെഡി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്നാണ് കയറി വരിക. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സൈസ് മിറർ കഴിഞ്ഞ് ഇവിടെ നമുക്ക് ലഗേജ് വയ്ക്കാനുള്ളത്. പിന്നെ അപ്പോൾ ഇന്നലെ ഇപ്പോൾ കിടന്നുകൊണ്ട് ഇവിടെ കൊന്ന അൽക്കുലത്തായി കേൾക്കുന്നതാണ്. പിന്നെ അവരുടേതായ ഒരു ബോട്ടിലുണ്ട്. പിന്നെ കോഫി കഴിക്കാൻ കോഫിയുടെ, പിന്നെ അത് കഴിഞ്ഞൊരു ബെഡ് വരും. അതുപോലെ ആ സൈഡിലും വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് വരിക ഹെഡ് ഏരിയയിലെ ബെഡിൻ്റെ. ഇതും ഫുൾ ലെങ്ത് മിററിനൊരു കുറവില്ല. പിന്നെ ഒരു TV. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ഇവിടുന്ന് വരുന്ന നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറും നല്ല ലെങ്ത്താണ്. നമ്മൾ സാധാ റൂമിനേക്കൊക്കെ ലെങ്ത്ത് കൂടുതൽ എന്ന് പറയാം. ലെങ്ത്തല്ല, ഹൈറ്റ്. പിന്നെ കയറി വന്ന അവിടെ ക്ലോസറ്റ്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നാലും ഫുൾ മിറർ. ഈ മിററെല്ലാം കാണുമ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലത്തെ ഒരു മിറർ വയ്ക്കാൻ തോന്നും. അത്രയും നല്ല വൃത്തി. പക്ഷേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് മെനക്കെട്. എന്നും ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഹോട്ടലായതുകൊണ്ട് എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരാൾ എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ ബേസിൻ, അതുപോലെ നമുക്ക് ഷേവിങ് സെറ്റ്, ബ്രഷ്, പേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ ഷവറുണ്ട്. ഷവറും നല്ല തന്നെ ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു തന്നെയായിട്ട് ഈ എർത്തിൻ്റെ ഇത് ഷവർ ജെല്ല് നല്ല മണമുള്ള ഒരു ഷവർ ജെല്ല് തന്നെയാണ്. അപ്പം ഇത്രയ്ക്കാണ് ഈ റൂമിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ. ഈവൻ ടോയ്ലറ്റിലടക്കം ഫോൺ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വയ്യാതെ ആയി കഴിഞ്ഞാൽ സഹായം വേണമെങ്കിൽ വിളിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിനെ പറ്റിയിട്ട് പറയാനുള്ളത്.
ഓവറോൾ ഗുഡാണ്. അത്ര ഈസി ആക്സസ് ആണ് എയർപോർട്ട്, നമുക്ക് ഇൻ്റർനാഷണൽ എല്ലാം എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത എത്യോപ്യൻ എയർലൈനിലാണ് നമ്മൾ പോകുന്നത്. ഞാനാദ്യമാണ് എയർലൈനിൽ എത്യോപ്യയിൽ പോകുന്നത്. മെയിൻലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലോ, ഇസ്രയേൽ, US, ഇറാൻ എല്ലാം കൂടി വാർ നടക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ വരണേൻ്റെ അന്ന് തന്നെ അത്യാവശ്യം ഫ്ലൈറ്റുകൾ, ദുബായ് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു ഈ മിസൈൽ സ്ട്രൈക്ക് കാരണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ എത്യോപ്യ വഴി ജർമ്മനി പോകുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് പോകും എത്യോപ്യയിൽ നിന്ന്, എന്നിട്ടാണ് പിന്നെ അവിടുന്ന് ജർമ്മനി പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ. Yes, I go. So I can give this key in the over the. അപ്പം ഞാൻ റൂം ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താഴത്തേക്കുള്ള വഴി. തൊട്ടപ്പുറത്താണ് റിസപ്ഷൻ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വരുന്നത്, ടേബിളെല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങണം. അപ്പോൾ വരുന്ന വഴിയിലെല്ലാം നിങ്ങൾക്ക് കണ്ടോ, എല്ലാം ഭയങ്കര നീറ്റായിട്ട് തന്നെ മെയിൻ ചെയ്യുന്നത്, ഭയങ്കര എലഗൻ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ലെഫ്റ്റ് കടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ റിസപ്ഷനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വരുന്നത്. ചെക്കൗട്ടും ചെയ്യണം. അപ്പോൾ അതെല്ലാം കഴിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ ഇതാണ്, ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാലാണ് ഇതാണ് മെയിൻ എൻട്രി, റിസപ്ഷൻ ഏരിയയൊക്കെ വരുന്നത്. രണ്ട് സൈഡിലും നല്ല അക്വേറിയമാണ്, നല്ല ഹൈറ്റിലാണ് അക്വേറിയം. അതും നല്ല M&M മീനുകളുണ്ട്. അപ്പോൾ അതൊന്നുകൂടി ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും ചെക്കൗട്ടിന് ഞാനൊന്ന് കീ കൊടുക്കട്ടെ. ഇവിടെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാവർക്കും കാണുമ്പോൾ നല്ല തീമും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താ കഴിഞ്ഞാൽ പോയി. ഇതാണ് റിസപ്ഷനിസ്റ്റിൻ്റെ ഡെസ്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് തരുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ചാർജ് ചെയ്യണ നിയർ ടു 8.5 എല്ലാം വരും ഇവരുടെ പേയ്മെൻറ്റ്. പിന്നെ ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയല്ല, ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചമ്മന്തി കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. വെജും നോൺ വെജും ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിന് അവൈലബിൾ ആണ്. 2 ടൈപ്പ് ചട്നി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്, നമുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇഡ്ഡലി ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ ഇഡ്ഡലി. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ സാമ്പാറുണ്ട്. പിന്നെ നേരത്തെ കണ്ട 2 ചട്നി തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ ബേക്ക് ചെയ്തിട്ടുള്ളതും അതുപോലെ പനീർ ബട്ടറിൻ്റെ ഒരു ടൈപ്പ് സാധനവും, പിന്നെ ഇപ്പുറത്ത് തന്നെ വെജിറ്റബിൾസ് ഒന്ന് ബോയിൽ ചെയ്തിട്ടുള്ളതും, പിന്നെ മറ്റേതൊരു കിഡ്നി ബീൻസ്, നമ്മുടെ UK സൈഡിലുള്ള ടേസ്റ്റുള്ള സാധനം. പിന്നെ ഇത് ഇവരെ പോഹ എന്ന് പറഞ്ഞ സാധനം, അത് ഈ മുംബൈ ഹിന്ദിക്കാരുടെ മെയിൻ ഫുഡാണ്. പിന്നെ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ട്, അതുപോലെ നമുക്ക് ഒരു ബോയിൽഡ് എഗ്ഗും ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ്. പിന്നെ ഇപ്പുറത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ടൈപ്പുള്ള സ്വീറ്റ് ടൈപ്പുള്ള കേക്കുകൾ, പിന്നെ ചായ ഉണ്ട്. പിന്നെ കിച്ചണിൽ ഷെഫിനൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. ഫുൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് എടുത്തിട്ട് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മളൊരു ഇഡ്ഡലി എടുത്തു, ബേക്ക്ഡ് ബീൻസ് എടുത്തു, ചമ്മന്തികൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ 3 ടൈപ്പ് ചമ്മന്തി വന്നിട്ടുണ്ട് ഇഡ്ഡലിയിൽ. 1, 2, 3 ടൈപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് ആയിട്ടുള്ളൊരു മറ്റേ ബേക്ക്ഡ് ബീൻസ് എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും. പിന്നെ ഹെൽത്തി കുട്ടനായിട്ട് വാട്ടർമെലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു ചായ. ഇതാണ് ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവരുടെ ഇഡ്ഡലി എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ചമ്മന്തി രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ്. ഇഡ്ഡലിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. 3 ചട്നിയും സൂപ്പർ. അപ്പോൾ നമ്മൾ ചായകുടിയൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായിരുന്നു. ഞാനൊരു ഇഡ്ഡലിനെ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അധികം കഴിക്കുന്നില്ല.
എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ. പക്ഷേ ഉള്ളതല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ 2 ടൈപ്പ് ചട്നി കാണിച്ച് പച്ചയിൽ മറ്റേ നമ്മുടെ പാനിപ്പൂരിത്തെ കഴിക്കുന്ന ടേസ്റ്റ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കഴിച്ചു, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു ചായ കുടിച്ചു. ചായ അല്ലെങ്കിൽ ഞാൻ പഞ്ചസാര ഇടാൻ മറന്ന് ഗ്ലാസ്സിൽ കുടിച്ചു. അതും ഞാൻ വറ്റിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കൊരു പൂതി തോന്നിയതും അവിടെ അവൈലബിളായിട്ട് വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വാട്ടർ മെലൺ നല്ല താല്പര്യമാണ്. അപ്പോൾ ഒന്ന് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ തീം. മൊത്തം ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നും എന്നൊക്കെ പറഞ്ഞത്. വരുമ്പോൾ തന്നെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇവരുടെ ഒരു സപ്പോർട്ടിങ് റിസപ്ഷൻ ഡെസ്ക് ഉണ്ട്. പിന്നെ അത് മെയിൻ എൻട്രൻസ് ഇതാണ്. പിന്നെ ഇതാണ് അക്വേറിയം. അക്വേറിയത്തിൽ ഫിഷുകൾ ഒക്കെ വലുതാണ്. ഗ്ലാസിൻ്റെ കട്ടി തന്നെ കണ്ടില്ല, അമ്മാതിരി കട്ടിയാണ്. അത്രയും വെള്ളം ക്യാരി ചെയ്യണമുണ്ടായിരിക്കും. ഇതൊക്കെ കണ്ട് ശരിക്കും നമ്മൾ ഈ കടലിൽ കാണുന്ന ഡിസ്കവറി ചാനലിലെല്ലാം കാണുന്ന പോലത്തെ മീനുകൾ. ഈ മീനുകൾക്ക് ഓരോ പേരുകളുണ്ടാവും, എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. 2 സൈഡിലും നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കുക എന്നതിന് ഒരു അപ്പുറത്ത് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ. അപ്പോൾ അത് അവർ നല്ല വൃത്തിക്ക് എല്ലാ അഴുക്കൊന്നും കാണാത്ത രീതിയിൽ തന്നെ അക്വേറിയം അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നതാണ്. ഇതിനൊക്കെ സർവീസ് അവർ എക്സ്റ്റേണൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന് നിരന്തര ട്രാൻസിസ്റ്റ് ലോഞ്ച്. വെരി ഗുഡ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ മുമ്പ് എയർപോർട്ടിൽ സ്റ്റേ വേണം, പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല, ഷോർട്ട് ടൈമാണ്, ഫ്രഷ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ യൂസ് ചെയ്യും. ഇനി നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് ഡിപ്പാച്ചർ ഇതിന് മേലെ പോകണം. നമ്മൾ ഇന്നലെ വന്നത് ഈ വഴിയാണ് വന്ന്. ഇനി ലിഫ്റ്റ് കയറിയിട്ട് മേലത്തെ ഫ്ലോർ, ഏറ്റവും മേലത്തെ ഫ്ലോർ അറിയുമ്പോൾ, അതായത് ആ കടന്ന ഫ്ലോർ അതിൻ്റെ മേലത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ലിഫ്റ്റ് ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്നുണ്ട്. അടിപൊളി ലിഫ്റ്റാണ് കേട്ടോ. അത്യാവശ്യം സ്പേസസ് ആണ്. ചെയ്തോളൂ. അത്യാവശ്യം ആൾക്കാർക്ക് നിൽക്കാം. എങ്ങനെ വല്ല 15 ആൾക്കാർക്ക് നിൽക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് വേറെ എടുക്കണം. ഇതിലാണ് നിരണ്ട. അപ്പോൾ അവിടെ നടന്നു പോയിട്ട് വേണം നമ്മുടെ ഡിപ്പാച്ചറിലേക്ക് നമ്മൾ പോകാൻ. ഇവിടെ പോകുമ്പോൾ ഫുഡ് ട്രക്ക് പോലെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എല്ലാ രസമുണ്ട് കാണാൻ. റെഡ് കളറിലൊക്കെ ഒരു കഫേ പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്. ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ അത് ഇരിക്കുന്ന ആൾക്കാർ കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ പേര് വന്നിട്ട് റൂമൊന്നും എടുക്കാതെ ഇങ്ങനെ പുറത്തിരിക്കുന്നവരും ഉണ്ട്. കുറച്ച് ചെറിയ ടൈമിൽ വരികയെങ്കിൽ ഫ്രഷ് ആവണമെങ്കിൽ നമുക്ക് വാഷ്റൂം എല്ലാം എയർപോർട്ടിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ ഒന്ന് ഉറങ്ങണം എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നമുക്ക് റൂം എടുക്കാം എന്നുള്ളതാണ്. പൈസ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് പിടിക്കേണ്ടിയായിരുന്നു. മേലുണ്ടോ നോക്കാൻ വേണ്ടി താഴെ തന്നെ വന്നിട്ട് ഇവിടെ ഒന്ന് കണ്ട് അവിടെ തന്നെ പോകേണ്ടി വരും.
അപ്പോൾ ഇതാണ് എൻ്റെ മുംബൈ എയർപോർട്ട്. ഇനി നമ്മളിതിൽ പോയിട്ട് എവിടെയാണ് നമ്മുടെ ചെക്ക് ഇൻ നടക്കണം നോക്കാം. ഡിപ്പാർച്ചർ സോൺ. ഇത് ഫുള്ള് ഡൊമസ്റ്റിക് ആണ് കേട്ടോ. അന്തർരാഷ്ട്രീയ ഇതിലാണ് വരിക. എത്യോപ്യ എത്യോപ്യ എത്യോപ്യ. അലിബാബ ജെ അഡിഡാസ്. ഇതാണ് പോവുക. അഡിഡാസ് ജെ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. അഡിഡാസ് അബാദ ഇതിലേക്ക് അവിടെ നമ്മൾ വരണം. ജയിൽ പോകണം. അപ്പോൾ ജെ എവിടെയാണ്? ഇത് ജെ ഇവിടെ. അപ്പോൾ നമ്മൾ എത്യോപ്യ വഴി പോകാൻ കാരണം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. നമുക്ക് മുന്നിലും ദുബായ് വഴിയൊക്കെ നമ്മൾ പോയിരുന്നത്, എമിറേറ്റ്സിലെല്ലാം. ഇപ്പോൾ അവിടെയും ക്യാൻസലും കാര്യങ്ങളും വരികയാണ്. പിന്നെ നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുണ്ട് ആ വഴി പോകരുത്, റിസ്ക് എടുത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വഴി പോകുന്നത്, ഓഡിറ്റ് പർപ്പസ്. അപ്പോൾ ഇതിപ്പോൾ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ എയർപോർട്ടിലെല്ലാം എൻ്റെ എയർലൈനിൻ്റെ സ്റ്റാഫ് തന്നെയായിരുന്നു ചെക്ക് ഇൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം ഒരു കോമൺ, ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ട് ഇവർ മുംബൈ എയർപോർട്ട് മൊത്തം ഒരു ടീമിനെ കൊടുത്തിരിക്കുന്നു, തേർഡ് പാർട്ടിക്ക് ഈ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൊച്ചിയിലടക്കം എയർലൈനിൻ്റെ സ്റ്റാഫ് തന്നെയാണ് ചെക്ക് ഇൻ ഇരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മളങ്ങനെ തപ്പി പിടിച്ച് നമ്മുടെ ജയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം പേരുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ക്യൂവിൽ നിൽക്കട്ടെ, ചെക്ക് ഇൻ ചെയ്യട്ടെ. ബാഗ് അതിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുംബൈ എയർപോർട്ട് എത്യോപ്യയുടെ ലൈൻ. ഇതാണ്. കുഴപ്പമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഹോട്ടൽ വൗച്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്യോപ്യയിൽ സ്റ്റേ ചെയ്യണം. അഡീസ് ബബ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യണം. പിറ്റേ ദിവസമാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇതാണ് വൗച്ചർ. അപ്പോൾ ഇനി നമുക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 7.5 കിലോ ഉണ്ട്. മറ്റേ ബാഗ് കൊണ്ട് കമ്പനി ചെയ്ത് ക്യാബിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാഗ് പോവുകയാണ്. അപ്പോൾ അതിന് മേലെ ടാഗ് ഇട്ടിട്ട് ആ ടാഗിൻ്റെ ഒരു റെസിപ്റ്റ് നമുക്ക് തരും. അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കോഡെല്ലാം ഉണ്ടാവും നമ്മുടെ. നമുക്കപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്ന് കയറി നോക്കാം. ഒന്നും വാങ്ങാനൊന്നുമില്ല. പിന്നെ എന്താണ് അവസ്ഥ ഇവിടുത്തെ എന്നറിയാലോ. ഇവിടുത്തെ അങ്ങനെ കയറി നോക്കിയിട്ടില്ല. നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാണ്. ഡ്രിങ്ക്സിനൊക്കെ വില കുറവ്. ശിവശ്രീകളിൽ തന്നെ വരുന്നത് നോക്കുക നിങ്ങൾ, 1 ലിറ്റർ പോകുന്നു ഏകദേശം 3000 രൂപ അതിന് വരുന്നുള്ളൂ. സമ്മർ ഹോളിഡേ ഷോപ്പിംഗ് എന്നിട്ട് എന്തൊക്കെ ഓഫർ നടക്കുന്നുണ്ട്. അതാണ് ഇത്ര റേറ്റ് ഓറിലെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇത് വലിയൊരു ഡ്യൂട്ടി ഫ്രീ ആട്ടോ. അതും ഒറ്റൊരു ഡ്യൂട്ടി ഫ്രീ മാത്രമല്ല, മൾട്ടിപ്പിളാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. ഉള്ളിൽ കൂടി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് നടന്നു പോയിട്ടെല്ലാം കാണാം. എല്ലാം ഡ്രിങ്ക്സാണ് ഇതിൽ കൂടുതൽ ഞാൻ കാണുന്നത് ഇവരുടെ. പിന്നെ നമുക്ക് അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ട്രാവൽ ബാഗ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ബാഗിൻ്റെ എല്ലാ റേറ്റ് നോക്കുമ്പോൾ എല്ലാം നല്ല റേറ്റ് ഉണ്ട്. ഡ്രിങ്ക്സിന് റേറ്റ് കുറവാണ്. പക്ഷേ എല്ലാം നല്ല ബ്രാൻഡ് ലെതേഴ്സുള്ള ബാഗുകളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ആ റേറ്റ് അവരതിൽ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ ബാഗുകളെല്ലാം ജസ്റ്റ് ഞാൻ എല്ലാം നോക്കി എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി എല്ലാം നോക്കിയപ്പോൾ എല്ലാം ബെറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതെല്ലാം ജസ്റ്റ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി നടന്നിട്ട് നമ്മളിപ്പോൾ ടൈം അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഞാനും മൊത്തമായിട്ടൊന്ന് നടന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണുന്നത് എന്താണ് അവസ്ഥ. അല്ലെങ്കിൽ ചിലതൊക്കെ തിരക്കിട്ട് പോകുന്ന സമയം ഇതിലൊന്നും കയറാൻ പോലും അവസരം കിട്ടിയില്ല. അപ്പോൾ ഇത് അത്യാവശ്യം സമയമുണ്ട്. അത്യാവശ്യം വൈൻസും ഇതിൻ്റെ കളക്ഷൻസും ഉണ്ട്. എല്ലാം പലതരം ബ്രാൻഡുകൾ ഇമ്പോർട്ട് ചെയ്തതുണ്ട്. ഇത് ശിവാശ്രീകളാണ്. ഈ ശിവാശ്രീകളും ഇപ്പോൾ ജാക്ക് ഡാനിയൽസിൻ്റെ കുപ്പികളൊന്നും ഇവിടെ കാണുന്നതന്നെയല്ലേ. മൊത്തം ശിവാശ്രീകളാണ് ഇവരിൽ പ്രൊമോട്ട് ചെയ്യണത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവർ വല്ല ഇതുണ്ടാവുമായിരിക്കാം. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം ചോക്ലേറ്റ്സ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഇവരുടെ ചോയ്സ് ഡ്രിങ്ക്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ ബോട്ടിൽസാണ് കൂടുതൽ. ഇവിടെ മറ്റേ സൈനോറീസ് ഉണ്ട്. നമ്മുടെ മുംബൈയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള സിമ്പിൾസ്, ലോഗോ വെച്ചിട്ടുള്ള ഇന്ത്യയുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ. ഇവിടേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ശിവാരികളിലെ മാത്രമായിട്ടൊരു കൗണ്ടർ വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ ഡ്രിങ്ക്സ് എല്ലാം ഒരു ഷോയിന് വെച്ചിട്ടുണ്ട്. തട്ടിയാലും മുട്ടിയാലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ആ അവസ്ഥയിലാണ്. ഒക്കെ നല്ല പ്രീമിയം സാധനങ്ങൾ, ഇത്ര കൊല്ലം പഴക്കം എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്യുന്ന ടൈപ്പാണ് ശിവാരികളുടെ. വൈറ്റ് അല്ലാതെ തന്നെ ഡ്രിങ്ക്സ്, ബിസ്കി എല്ലാ ടൈപ്പും അവരിവിടെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. കാണാത്ത എല്ലാ ടൈപ്പും ഷോയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൗണ്ടറിൽ ആരുമില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ വരുമായിരിക്കും. നമുക്ക് വാങ്ങുന്നവരാന്ന് ഇപ്പോൾ അവർക്ക് തോന്നിയാൽ അവർ വന്നോളും.
സ്വന്തം ഇൻഡിഗോ. ഇതൊക്കെ ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ ഏതോ ഫ്ലൈറ്റാണ്. പിന്നെ അപ്പുറത്ത് എടുക്കുന്ന സൗദി എയർലൈന്. പിന്നെ വിസ്താര പോകുന്നു. പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്. അത് വിൻഡൊന്നുമില്ലാത്ത എനിക്ക് തോന്നുന്ന കാർഗോ തോന്നുന്നു. പിന്നെ ഒരു ഫ്ലൈറ്റ് വരുന്നു. എയർ ഇന്ത്യ ആണല്ലോ. ഇവിടെയൊക്കെ എൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ട്രാക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു. ഇത് ബ്രിട്ടീഷ് എയർലൈൻസ് തന്നെയാണ് കേട്ടോ അല്ലേ? അതെ, ബ്രിട്ടീഷ്. UK സൈഡ് ലണ്ടൻ ഹീത്രോ അവിടേക്കെല്ലാം പോകുന്ന ഫ്ലൈറ്റുകളായിരിക്കാം. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഷോപ്പ് കണ്ടു, നല്ല റാപ്പ്, അതുപോലെ നല്ല കോക്ക്, ഒരു ഫ്രഷായിട്ട് അത് വെക്കുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് അവിടുന്ന് നമുക്ക് നല്ലൊരു സാധനം ഭക്ഷണം കഴിച്ചാലും എയർലൈൻ്റെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു റാപ്പ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല വിശപ്പുണ്ട്. അതും പിന്നെ റെഗുലർ കോക്കും പറഞ്ഞിട്ടുണ്ട്. ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. നേരത്തെ വീഡിയോ കാണിച്ചാൽ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഗാർഡനിങ് എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. കളർ കട്ട് നല്ല രസമുണ്ട്. ഗ്രീൻ, വൈറ്റിൽ ഗ്രീൻ വരുമ്പോൾ രസമുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഫ്ലൈറ്റ് വരുന്നത് എത്തിയോട്ടിക്കുള്ളത്. നല്ല ടൈമുണ്ടല്ലോ. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. ടീം നല്ല രസമുണ്ട്, നല്ല രീതിയിൽ നല്ല ഭംഗിയില്ല. അതിൻ്റെ അപ്പുറത്ത് നന്ദോസ് ചിക്കൻ. മുംബൈയിൽ അത്യാവശ്യം ഗേറ്റ് ഉണ്ട് ശരിക്കും കേട്ടോ. ഞാൻ ഇത്രയും ഗേറ്റുകളുടെ അടുത്ത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ നമ്മൾ ഫ്ലൈറ്റ് എല്ലാം വരലുണ്ടായിരുന്നു. ഇത് പിന്നെ മൊത്തം എത്യോപ്യക്കാർ വന്നത് കേട്ടോ. എത്യോപ്യ ഫ്ലൈറ്റ് അല്ലേ പറഞ്ഞ പോലെ അവരുടെ നാഷണൽ കാരിയർ ആയിരിക്കും. മുംബൈ എയർപോർട്ട് ഒരു സംഭവം തന്നെ. എനിക്ക് വരെ ടേബിളും ഈ ടീം വൈറ്റും ഗ്രീനും എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിപ്പോയി. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്ന് ഓവനിലിട്ട് ചൂടാക്കിയിട്ടാണ് തരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇരിക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ട്രാവൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പോവുക ഇവിടുന്ന് എത്യോപ്യ പോകും. അതിൽ എത്യോപ്യയിൽ നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂർ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ തരും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു വൗച്ചറിൽ നമ്മളവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം. ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെയുള്ള ഫ്ലൈറ്റ് എത്യോപ്യയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇറ്റലി പോകും. അതിൽ ഇറ്റലിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഫ്യൂലിങ്ങിന് നിർത്തണമായിരിക്കും. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ പറയാം എന്തിനാണ് അവർ ഇറ്റലി നിർത്തുന്നത്. അപ്പം അങ്ങനെ ഇറ്റലി പോയിട്ട് പിന്നെ ഇറ്റലിയിൽ നിന്ന് നേരിട്ടിട്ട് സൂരിച്ചാണ് സ്വിറ്റ്സർലാൻഡ് പോകും. പിന്നെ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ജർമ്മനി പോകും. ജർമ്മനി ഹാംബർഗ് എന്ന് പറഞ്ഞ എയർപോർട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് സൂരിച്ചിൽ നിന്ന് തന്നെ ഞാൻ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും. എത്തിക്കഴിഞ്ഞിട്ട് അതായത് 7-ാം തീയതി എത്തും, നാളെ എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ വേറെ ഫ്ലൈറ്റ് എടുത്ത് ജർമ്മനി പോകും. പിന്നെ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ സ്ഥിരം കുലത്തൊഴിലായ ഓഡിറ്റിംഗ് പർപ്പസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ തൊട്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലവരൊക്കെ കുറച്ച് മെനക്കെടായി. ഇന്നലെ എയർ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് വരുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് പാസഞ്ചർ ഭയങ്കര തടിയിൽ ഞങ്ങളെ ഫ്ലെയിം ചെയ്യല. പക്ഷേ അയാൾ വെള്ളം അടിച്ചിട്ട് ഫുള്ള് കിറങ്ങിയിട്ടുള്ള അയാളുടെ ഭാര്യനെ നല്ല ചീത്ത പറയലൊക്കെ. എന്നിട്ട് അപ്പോൾ എനിക്കും ഭയങ്കര കൺജസ്റ്റഡായിട്ട് വരുന്നത്. അപ്പോൾ അയാളും ഒന്നടിച്ച് ഓഫ് ആയതുകൊണ്ട് ചാരിയിട്ടൊക്കെ ഇരിക്കാം. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയി. അപ്പോൾ എത്യോപ്യ ഫ്ലൈറ്റിൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ കഴിഞ്ഞാലും ഫ്ലൈറ്റ് കാണാം. അതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഭക്ഷണം വരും. അപ്പോൾ ഭക്ഷണം കൂടി ഞാൻ കാണിച്ചായിരുന്നു. നമ്മുടെ ഫുഡ് ഇങ്ങോട്ട് വന്നില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് അന്ന് വിട്ടിരിക്കുന്ന സമയത്ത് അവരായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് റെഡി. അങ്ങനെ ഞാൻ പോയിട്ടെടുത്ത് ഞാൻ വിചാരിച്ചു അവരിങ്ങനെ ഡെലിവറി ചെയ്യും. ഇല്ല, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. ഒരു സ്റ്റാഫാണോ. അപ്പോൾ നമ്മൾ തന്നെ പോയിട്ട് എടുക്കേണ്ടി വരും ഇത് ചൂടാക്കിയതിന് ശേഷം. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ചിക്കൻ ടിക്ക റാപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടിട്ട് അതിൽ കാണുമ്പോൾ റൗണ്ടിൽ റാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ അവൻ ചൂടാക്കിയപ്പോൾ എനിക്ക് വന്നതൊരു സാൻഡ്വിച്ച് പോലെ പോയി. എന്തോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കോക്ക് എല്ലാം കൂടി അടിച്ച് ഷുഗർ കയറിപ്പോട്ടെ. അപ്പോൾ ഇനി ഇത് കഴിച്ച അഭിപ്രായം പറയാം. നല്ല ചൂടാക്കിയിട്ടുണ്ട്. പറ്റാ. അപ്പം ഇനിയിപ്പോൾ ഞാൻ അത് മൊത്തം കുടിച്ചും കരിച്ചും കഴിഞ്ഞിട്ട്
ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വാങ്ങാനിക്കാം.